ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിതയും അതുപോലെ തന്നെ രചനയും അതുപോലെ തന്നെ മഞ്ജുമയും കൂടി സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ മഞ്ജുമ പറയുന്നുണ്ട്, ഹോ എന്നെ കൈലാസേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി തരുമായിരുന്നു എന്ന് പറയുമ്പോൾ രചന പറയുന്നുണ്ട്, ഇതിന്റെ പേരിൽ ഇനി കൈലാസിനെ കൊണ്ടുവരാൻ പറ്റുമൊന്നുമില്ല, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്തായാലും കൊല്ലാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. മഞ്ജുമ എന്താ പറയണത്, അല്ല ഇങ്ങനെ ഒരാളെ മാറ്റണ സാഹചര്യം വന്നാൽ സാധാരണ എല്ലായിടത്തും കൊല്ലാണല്ലോ പതിവ്. ഇഷിതയുടെ കാര്യത്തിൽ അത് വേണ്ടാന്നാ ഞാൻ പറഞ്ഞത്. കാരണം അവിടെ ആകുമ്പോ സഹതാപം കയറിപ്പറ്റും. ശരിക്കും പറഞ്ഞാൽ അവൾക്കൊരു പണിയാണ് കൊടുക്കേണ്ടത്. അവളൊരു ഡോക്ടറല്ലേ. ഒരു കയ്യപ്പത്തെ പറ്റിക്കഴിഞ്ഞാൽ ഒരു രോഗിക്ക് എന്തൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ആ രീതിയിൽ വേണം നമ്മൾ നീങ്ങാനായിട്ട്. അതാകുമ്പോഴേക്കും നാണക്കേട് കാരണം അവളെ എല്ലാവരും വെറുത്തോളും എന്ന് പറയാണ് രചന. ശരിക്കും ഒന്ന് ആലോചിക്കും, ആകാശിനെ കൂടെ നിന്ന് ആലോചിക്കണം. പിന്നെ ആകാശിനോട് പറയരുത് ഉദ്ദേശം ഇതാണെന്ന്. ആകാശ് കൂടെ ഉണ്ടെങ്കിൽ കുറെ പ്ലാനുകൾ ആകാശ് പറഞ്ഞു തരും. എന്നാ രചന അതുപോലെ ചെയ്യേ എന്ന് പറയാണ്. ശരി മഞ്ജുമ, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. രചന എടുത്ത് സംസാരിച്ചിരിക്കണ കണ്ടാലുണ്ടല്ലോ പിന്നെ അത് മതി ചിലർക്ക് ഈ വീട്ടിലെ എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ അവിടുന്ന് പോവാട്ടോ. രചന തിരിച്ച് വീട്ടിലേക്കും പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ അഷിതേനെയാണ്. അഷിത ഇഷിതേനെ വിളിച്ചിരിക്കാട്ടോ. ഇഷിത എടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ നീ എവിടെയാ, ഹോസ്പിറ്റലിലാണോ വീട്ടിലാണോ എന്ന് ചോദിക്കുകയാണ്. ചേച്ചി ഞാൻ വീട്ടിലാണ്. എന്താ ചേച്ചി? അല്ല മോളെ, ഞാൻ വെറുതെ വിളിച്ചതാണ്. മഹേഷിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ മഹേഷിന് എന്താ ചേച്ചി, കാണേണ്ടവരൊക്കെ കാണാൻ വരുന്നുണ്ട്, വേണ്ട പരിചരണമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. നീ എന്താ മോളെ അങ്ങനെ പറഞ്ഞത്, നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോ, അല്ല ചേച്ചി, ഞാൻ ചേച്ചിയെടുത്ത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ, ചേച്ചിയെടുത്തായോണ്ട് ഞാൻ പറയേണ്ടതൊക്കെ പറയാണ്. മഹേഷിന് ഇപ്പൊ കാണാൻ വരേണ്ടവരൊക്കെ വരുന്നുണ്ട് ചേച്ചി എന്ന് പറയാണ്. നീ ആരുടെ കാര്യം ഉദ്ദേശിച്ചത്? മഹേഷിന്റെ ആദ്യ ഭാര്യ രചനൻ തന്നെ. അവള് വരുന്നുണ്ടോ? അവള് വരുന്നുണ്ട് ചേച്ചി. അവള് വന്ന ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. അച്ഛനും അമ്മയും ഈ വീട്ടിൽ ആരും അവളെ വിലക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം കൂട്ടി ഒരു പ്രാവശ്യം കാണാനാണെന്ന് പറഞ്ഞിട്ടാ വന്നത്. പിന്നെ ഇപ്പൊ ഇടക്കിടക്ക് അവള് വരുന്നുണ്ട്. അത് ശരിയല്ലല്ലോ മോളെ. മഹേഷിന്റെ ഭാര്യയായിട്ട് അവിടെ നീ ഉള്ളപ്പോ അവൾ അവിടെ വരുന്നത് ഒട്ടും ശരിയല്ല ചേച്ചി. ഇത് മറ്റുള്ളവർ പറഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാരും പറയുന്നില്ല. മഹേഷ് ഒന്നും മിണ്ടുന്നില്ലേ? മഹേഷ് ഇപ്പൊ പറയണത് എന്താണ്, കൂടെ നിൽക്കാൻ പരിചരിക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ, ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്. മഹേഷ് എന്താ മോളെ അങ്ങനെയൊക്കെ പറയണത്? മഹേഷ് അങ്ങനെ ഒരുത്തനാണോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്തെങ്കിലും ആവട്ടെ ചേച്ചി, ഞാൻ എന്റെ മനസ്സിലെ ഇത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മോളെ അവളുടെ വരവ് നീ നിർത്തലാക്കണം, അല്ലെങ്കിൽ നിന്റെ ഇത് അവിടെ നിന്ന് തെറിച്ചു പോകും എന്ന് പറയാണ്. തെറിച്ചു പോണെങ്കിൽ തെറിച്ചു പോട്ടെ ചേച്ചി. സ്നേഹം എന്ന് പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും ഒരുത്തി വന്നു കഴിഞ്ഞാൽ തെറിച്ചു പോണ ഒന്നാണെങ്കിൽ അങ്ങനെ തെറിച്ചു പോണെങ്കിൽ പോട്ടെ ചേച്ചി. ആണുങ്ങളുടെ മനസ്സ് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ചേച്ചി. ഓരോ സെക്കൻഡ് പല പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ടാവും ഉള്ളില്. എന്റെ ജീവിതം എന്താ ചേച്ചി ഇങ്ങനെ? സ്നേഹിച്ച പുരുഷന്മാരെല്ലാം എന്നെ ഇട്ടേച്ചു പോവാണല്ലോ ചേച്ചി. എന്റെ കുഴപ്പം കൊണ്ടാണോ? മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ചേച്ചി ഞാൻ ഈ പറഞ്ഞ കാര്യം ചേച്ചി അമ്മയടുത്ത് പറയാൻ നിൽക്കണ്ട കേട്ടോ. ഇല്ല മോളെ, ശരി ഞാൻ എന്നാ ശരി എന്നാ എന്ന് പറഞ്ഞിട്ട് അഷിത ഫോൺ വെക്കാണ്. ശേഷം അഷിത അപ്പൊ തന്നെ മഹേഷിനെ ഫോൺ വിളിക്കുന്നുണ്ട്. മഹേഷ് ഫോൺ എടുക്കാണ്. ഹലോ, മഹേഷ് ഞാനാണ് അഷിത. പറ അഷിത, കൂടെ ഇഷിതയുണ്ടോ? ഇല്ല. എന്താ ഇഷിതനെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? അല്ല ഇഷിത കൂടെ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇല്ല അവള് കൂടെയില്ല, അടുക്കളയിലോ അല്ലെങ്കിൽ ചിപ്പിടത്തോ ആയിരിക്കും. മഹേഷിന് ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നല്ല സമാധാനം ഉണ്ട് ഇപ്പൊ വീട്ടിൽ വന്നപ്പോ. അതെ സമാധാനമൊക്കെ ഉണ്ടാവുമല്ലോ, നോക്കാൻ പറ്റുന്നവരൊക്കെ വീടിന് അടുത്ത് തന്നെ ഉണ്ടല്ലോ. അതെ അതൊക്കെ ഉണ്ട് ചേച്ചി എന്ന് പറയണം. ഇഷിത ഇപ്പൊ ജോലിക്ക് പോയാലും മഹേഷിന്റെ കൂടെ ആണുള്ളത് നല്ലതാണല്ലോ, അതുകൊണ്ടായിരിക്കും മഹേഷ് വീട്ടിൽ വന്നേല്ലേ. അതെ വീട്ടിൽ വന്നപ്പോ ഭയങ്കര സമാധാനം ഉണ്ട് ചേച്ചി. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ ഒരു പ്രസൻസും മറ്റുള്ളവരുടെ സ്നേഹവും ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ അവസ്ഥയിലേക്ക് ഇരിക്കണം അഷിതേ എന്ന് മഹേഷ് പറയണം. എനിക്ക് മഹേഷിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ, എനിക്ക് എന്നെ കാണാൻ വരാൻ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല മഹേഷിന്റെ അടുത്ത് ചിലപ്പോൾ ഞാൻ വരുന്ന സമയത്ത് വേറെ ആരെങ്കിലൊക്കെ അടുത്തുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അന്നൊരു അഷിതേശ് ഒരു കാര്യം ചെയ്യും, രാവിലെ വന്നോ. എന്നാ ശരി, ഞാൻ രാവിലെ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അഷിത ഫോൺ വെക്കാണ്. മഹേഷിന് ഏകദേശം കാര്യം മനസ്സിലായിട്ടോ. അതിനുശേഷം രാത്രി മഹേഷിനെയും കൂട്ടിക്കൊണ്ട് ഇഷിത റൂമിലേക്ക് വരുവാട്ടോ. ഇഷിത മഹേഷിനോട് ചോദിക്കുന്നുണ്ട്, പുറത്തു പോയിരിക്കണോന്നുണ്ടോ? വേണ്ട, ഞാൻ കുറച്ചുനേരം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോ തന്നെ പുറത്ത് ഒരു വിളി കേൾക്കാം. മോളെ ഇഷിത എന്ന് വിളിക്കുന്നുണ്ട്. മഹേഷ് പറഞ്ഞിട്ട്, എടോ തന്റെ അമ്മയാണല്ലോ വിളിക്കുന്നത്, ഞാൻ ചോദിച്ചാൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞേക്ക്. എന്ത് പറ്റി മഹേഷ്? എന്റെ അമ്മയുടെ സംസാരം മഹേഷിന് ഇത്ര പെട്ടെന്ന് മടുത്തോ? അല്ല അവര് ചിലപ്പോ മുള്ളും മൂനയും വെച്ച് സംസാരിക്കും, അതാ താൻ പോയിട്ട് വാ എന്ന് പറയാണ് ഇഷിത.
ഇഷിത അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയാമണി ഇഷിതനെ വരച്ചോണ്ട് ബാൽക്കണിയിലേക്ക് പോവാണ്. അമ്മ എന്തിനാ അമ്മ വന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ. മോളെ, എനിക്ക് നിന്നോട് ഇപ്പൊ തന്നെ സംസാരിക്കണം. ഓ, വീട്ടിലാണെങ്കിൽ അച്ഛൻ കേൾക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലേ. എടി, നീ ഇത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് എന്ന് ചോദിക്കുകയാണ്. അമ്മ എന്താ പറഞ്ഞിരുന്നത്? അമ്മ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തി സംസാരിക്കണത് തന്നെ ശരിയല്ല കേട്ടോ എന്ന് പറയാണ്. അല്ല, എനിക്കറിയണം നിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്താ അമ്മ ഉദ്ദേശിക്കണത്? അല്ല, നീ ശരിക്കും പറ, ഇവിടെ എന്ത് ജോലിയാ ചെയ്യണത്? മഹേഷിന്റെ ഭാര്യയാണോ നീ? ഒരിക്കലും അല്ല. മഹേഷിന്റെ ആദ്യം നീ മഹേഷിന്റെ മോളെ നോക്കുന്ന ഒരു ആയിരുന്നു അമ്മേ. ഇങ്ങനത്തെ വർത്താനം ഇനി എന്നോട് പറയല കേട്ടോ. ഞാൻ പറഞ്ഞത് സത്യം തന്നെ ഇല്ലേ ഇഷിത? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം മഹേഷിന്റെ മോളെ നോക്കുന്ന ഒരു മാത്രമായിരുന്നു നീ. പിന്നെയാണെന്നുണ്ടെങ്കിലോ, മഹേഷിനെ നോക്കുന്ന ഒരു ഹോം നേഴ്സായി. ദേ നോക്ക്, നീ ഇപ്പൊ എന്ത് ഉദ്ദേശിച്ചില്ല മഹേഷിന്റെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നത്? മഹേഷും നീയും തമ്മിൽ എന്ത് ബന്ധം അതിനുള്ളത് എന്നൊക്കെ പ്രിയാമണി ചോദിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് അവിടേക്ക് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവര് മഹേഷിനെ കാണുന്നില്ല. മഹേഷ് ഇവര് പറഞ്ഞതെല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇഷിത പറഞ്ഞു, അമ്മ ഇപ്പൊ എന്നോട് പറഞ്ഞു. അമ്മ കുറെ നേരം മുള്ളും മോനെയും വെച്ച് സംസാരിക്കുന്നത്. മഹേഷിന് ഇതൊന്നും മനസ്സിലാവില്ലെന്നാണോ അമ്മയുടെ വിചാരം? അമ്മ രാവിലെ വന്നു മഹേഷിനോട് സംസാരിച്ചതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഓഹോ, അപ്പൊ തന്നെ അവൻ നിന്റെ ചെവിയിൽ അത് എത്തിച്ചല്ലേ? അപ്പൊ തന്നെ മനസ്സിലാക്കാലോ അവന്റെ സംസാരം എന്താണെന്ന്. അമ്മ പറഞ്ഞത് എന്റെ ഭർത്താവിനെ കുറിച്ചാ. അത് അമ്മ ആലോചിക്കണം. ഭർത്താവോ? എടി, അതിനെന്തെങ്കിലുമൊക്കെ ഭർത്താവും ഭാര്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ? അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു തന്നാനെ. എടി നോക്ക്, നീ പടക്കെ പിടിച്ചിരിക്കുന്നില്ലേ ചിപ്പി? അവളെ ഇങ്ങനെ തന്നെ നിൽക്കില്ല, വളർന്ന് വലുതായി വരും. അവളെ വേറൊരു സ്ത്രീയുടെ വയറ്റിൽ 10 മാസം ചുമന്ന് അവള് പ്രസവിച്ച ഒരു കുഞ്ഞാണ്. അവള് വളർന്നു വരുമ്പോ അവളുടെ അമ്മയുടെ അടുത്തേക്ക് അവള് പോകും. അപ്പൊ നീ ആരാവും? നീ അവിടെ ഒന്നും അല്ലാതെയാവും. അമ്മ ഈ വർത്താനം നിർത്തുന്നുണ്ടോ? ഞാൻ കാര്യത്തിൽ തന്നെയാണ് പറഞ്ഞത്. പിന്നെ മഹേഷ്, അവനെങ്ങാനും ഈ ഇരിപ്പ് ഇരുന്നു പോകോ അതോ എഴുന്നേറ്റ് നടക്കോ ഒന്നും അറിയില്ല. നീ എപ്പോഴും ആയയുടെ സ്ഥാനത്ത് തന്നെയാടി എന്ന് പറയാണ്. അമ്മയുടെ നിർത്താനാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എന്റെ അമ്മയാണെന്ന് പോലും നോക്കില്ല. അമ്മേനോട് ഞാൻ ആട്ടി ഓടിച്ചു വിടും എന്ന് പറയാണ്. പ്രിയാമണി പറയുന്നുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അമ്മേ, മതി, നിർത്ത്, ഇവിടുന്ന് പോവാൻ നോക്ക്. അല്ലെങ്കിൽ ഈ ഇഷിത ആരാണെന്ന് അമ്മ അറിയും. അമ്മ, മഹേഷ് എന്ന് പറഞ്ഞ ഒരു മാംസപ്പിണ്ടോന്നല്ല, എന്റെ ഭർത്താവാണ്. എന്റെ ഹൃദയത്തിലെ മഹേഷ് ജീവിക്കണത്. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അമ്മയുടെ കൂടെ വരണോന്നാണോ? അതെ, നീ വരണം. അമ്മേ, ഞാൻ പറഞ്ഞു മഹേഷ് എന്റെ ഹൃദയത്തിലാണ് ജീവിക്കുന്നതെന്ന്. അമ്മ എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയാ എന്റെ ഹൃദയം പറിച്ചെടുത്തു പോണ പോലെയാ. ഹൃദയമില്ലാതെ ഞാൻ ഇങ്ങനെ ജീവിക്കും അമ്മേ. അതുകൊണ്ട് അമ്മ ഈ വർത്താനം പറയാൻ വേണ്ടി മേലെ ഈ വീട്ടിൽ വന്നു പോരുത് എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടുന്ന് പോവാട്ടോ. ആ സമയത്ത് മഹേഷ് അത് കേട്ട് വിഷമത്തോടു കൂടി തന്നെ മഹേഷ് റൂമിലേക്ക് പോകുന്നുണ്ട്. മാഷാണെങ്കിൽ പ്രിയാമണി ഞാൻ ഇങ്ങനെ കാത്തിരിക്കാട്ടോ. ആ സമയത്താണ് പ്രിയാമണി അവിടേക്ക് വാതിൽ തുറന്നു വരുന്നത്. മാഷ് പറയുന്നുണ്ട്, പ്രിയാമണി ഈ സമയത്ത് എവിടെ പോയി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പ്രിയാമണി പോയത് ഇഷിതയുടെ അടുത്തായിരിക്കും. എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് എന്തു പറഞ്ഞു തന്റെ മോള് എന്ന് ചോദിക്കുമ്പോഴേക്കും, ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ അവൾക്കതൊന്നും ഒത്തില്ല. എനിക്ക് മനസ്സിലായി താൻ എന്തൊക്കെയായിരിക്കും അവിടെ പോയി പറഞ്ഞിട്ടുണ്ടാവാന്ന്. തന്റെ മോൾ അതിന് എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും മനസ്സിലായി എന്ന് പറയാണ്. താൻ പറഞ്ഞിട്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇഷിത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറയാം. മഹേഷിന് ഇഷിത ഒരിക്കലും വിട്ടുവരത്തില്ല. മഹേഷ് ഇഷിതയുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത്. ഹൃദയം പറിച്ചു വിടാൻ പറ്റത്തില്ല. പിന്നെ പ്രിയാമണിനെ ആട്ടിയിട്ടുണ്ടാകുമായിരിക്കും. ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു കാണുമായിരിക്കും, വേറൊന്നുമല്ല, ഇനി അമ്മ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അമ്മനെ വെറുത്തു പോകും എന്ന് അവള് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ, അല്ല, മാഷിന് ഇതൊക്കെ എങ്ങനെ അറിയാം? എടോ എന്റെ മോളെ, എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ ഇതൊക്കെ തന്നോട് പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ചിലപ്പോ ആട്ടിയിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. ആട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം അങ്ങനത്തെ വർത്താനമല്ലോ താൻ പറയാൻ പോയത്. എടോ, താൻ എന്ത് അടിസ്ഥാനത്തിലാടോ മഹേഷിനെ ഉപേക്ഷിക്കണമെന്ന്? ഈ സ്നേഹത്തിന്റെ വില അറിയാവുന്നവരല്ലേ പ്രിയാമണി നമ്മള്. പിന്നെ താൻ എന്തിനാടോ സ്നേഹത്തിന്റെ വില നന്നായിട്ട് അറിയാവുന്നവരല്ലേ പ്രിയാമണി നമ്മള്. പിന്നെ താനെന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? എല്ലാം തന്റെ സ്വാർത്ഥതയാണ്. ഇവിടെ നിന്ന് മാറി നിന്നാലേ അവർക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റൂ. അവർ ഒരുമിച്ച് ജീവിക്കുന്ന തന്റെ വെറും നിമിത്തയായ ധാരണയാണ്. ശരിയാ, നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ഇഷിത മഹേഷിനെ വിവാഹം കഴിച്ചത്. ആദ്യം അവൾ ചിപ്പിയുടെ അമ്മ മാത്രമായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ മഹേഷും ഇഷിതയും അടുക്കാൻ വേണ്ടി തുടങ്ങി. അതിനുശേഷം അവരൊന്നിച്ച് ജീവിച്ചുവല്ലെന്ന് തനിക്കെങ്ങനെ ഇത്ര അറിയാൻ പറ്റും? ചിലപ്പോ അവർ മനസ്സ് മാത്രമല്ല ശരീരവും കൈമാറിയിട്ടുണ്ടാവും. അതൊക്കെ തന്റെ മോള് തന്നോട് പറയണം നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയാമണൊന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞതൊന്നും ആർക്കും ഒന്നും മനസ്സിലാവില്ല. എന്റെ മോളുടെ ജീവിതം വെച്ചിട്ട് എല്ലാവരും കളിക്കണത് എന്ന് പറയുമ്പോ
മാഷ് പറയുന്നുണ്ട് എടോ ഒരു പെൺകുട്ടിക്ക് അവളുടെ അമ്മേനേക്കാളും ഏറ്റവും ഇഷ്ടം അവളുടെ അച്ഛനെയായിരിക്കും. കാരണം എന്താണെന്നറിയാവോ? അച്ഛന്മാർ അവർ കൂടുതൽ മനസ്സിലാക്കിയ അച്ഛന്മാരെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ടാ പെൺപിള്ളേരെ അച്ഛന്മാരെ കൂടുതൽ സ്നേഹിക്കണത്. മനസ്സിലായോ എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാട്ടോ. മാഷ് അങ്ങനെ തന്നെ നിൽക്കാണ്. ഇഷിതയും കരയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങൾ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് നമ്മുടെ ഇഷിതേന മഹേഷ് അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടോ ഇഷിത, തനിക്ക് എന്നെ ഉപേക്ഷിച്ച് പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഇഷിതക്ക് മനസ്സിലാവുന്നുണ്ട് മഹേഷിന്റെ കാര്യം. മഹേഷ് എന്തിനാണ് അങ്ങനെ പറയണെന്ന് മനസ്സിലാവുന്നുണ്ട്. മഹേഷിന്റെ അടുത്ത് പൊട്ടിക്കറിയാണ് ഇഷിത. ഓഹോ, അപ്പൊ മഹേഷ് ഞാൻ പോകാൻ വേണ്ടി മനഃപൂർവ്വം രചനയായിട്ട് അടുക്കുന്ന പോലെ കാണിച്ചതാണല്ലേ, ഞാൻ പോണെങ്കിൽ പോട്ടെന്ന് വെച്ചിട്ട്. ഇല്ല മഹേഷ്, ഞാൻ മഹേഷിനെ ഉപേക്ഷിച്ച് പോവില്ല എന്ന് വേണ്ട മഹേഷിന്റെ കൈ പിടിച്ച് പൊട്ടിക്കറിയുന്ന ഇഷിതനെ കാണിച്ചിട്ടാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.